ഇന്ത്യയിലെ ഏറ്റവും ധീരനായ രാഷ്ട്രീയക്കാരൻ ആരെന്ന ചോദ്യം സെയ്ഫ് അലി ഖാൻ എന്ന ബോളിവുഡ് സെലിബ്രിറ്റിയോട് ചോദിച്ചപ്പോൾ അതിൽ മോദിയെയും അമിത്ഷായെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചോയ്സായി നൽകിയപ്പോൾ സംശയലേശമന്യേ സെയ്ഫ് അലി ഖാൻ പിക്ക് ചെയ്തത് രാഹുൽ ഗാന്ധിയെയാണ്. എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്നുള്ളതും ട്വിറ്ററിലൂടെ അദ്ദേഹം പറഞ്ഞത് വൈറലായിട്ടുണ്ട്. കേൾക്കാമത്, പറയാം അതിനെക്കുറിച്ച്. Yes. The firmament of political stars on the horizon, from Prime Minister Modi to Rahul Gandhi, Kejriwal, all those characters in Mumbai. Who do you think of as a brave politician who can take India into the future? I think they're all brave politicians. I think what Rahul Gandhi has done has also been very impressive, because there's a point where people were disrespecting things he was saying and things he was doing, and I think he's turned that around by working very hard in a very interesting way. ഞാൻ എപ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വിജയിച്ചു തുടങ്ങിയാൽ, വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഇന്ധനം നൽകാൻ, പ്രേരണ നൽകാൻ, പ്രോത്സാഹിപ്പിക്കാൻ, അഭിനന്ദനങ്ങൾ ചെയ്യാൻ ഒരുപാട് ആളുകൾ കാണും. എന്നാൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ കാരണങ്ങളൊന്നും പരിശോധിക്കുന്നതിന് പകരം ആ ആളിനെ കൈകാര്യം ചെയ്യാൻ എല്ലാവരും കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ കൂടി ഒരു കഷ്ടകാലത്തിൻ്റെ സമയമാണ് ഈ കഴിഞ്ഞ ഇലക്ഷനോടുകൂടി മാറിയത്. മറ്റേത് എന്ത് സംഭവിച്ചാലും രാഹുൽ ഗാന്ധി കൊള്ളത്തില്ല, നേതാവല്ല, പകരക്കാരനല്ല, മോഡിക്ക് പകരക്കാരില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി. വീരേന്ദ്ര സെവാഗും CTVയുടെ സ്ഥാപകനുമൊക്കെ രാഹുൽ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ മുന്നോട്ട് വെച്ച് സഞ്ചരിക്കുന്നു. ധാർമ്മികതയുള്ള രാഷ്ട്രീയക്കാരനായി പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ ആളായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പദവി എല്ലാവരും സംശയലേശമന്യേ 100% നൽകുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്ന ബോളിവുഡ് താരം ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ മുംബൈയിൽ പങ്കെടുക്കുകയുണ്ടായി. പലതിനെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കിടയിൽ രാഷ്ട്രീയത്തെക്കുറിച്ചും ചർച്ച വന്നു. ഇന്ത്യയിലെ ഏറ്റവും ധീരനായ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് അവതാരകൻ പല ചോയ്സ് നൽകിയപ്പോൾ സംശയലേശമന്യേ ധീരനായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ നേതാവായി അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. എന്നിട്ടതിൻ്റെ കാരണങ്ങളും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി തനിക്കെതിരെ ഉണ്ടായിരുന്ന നെഗറ്റീവുകളൊക്കെയും തൻ്റെ പ്രവർത്തനത്തിലൂടെ, തൻ്റെ ചിന്തകളിലൂടെ, തൻ്റെ യാത്രകളിലൂടെ, തൻ്റെ സമ്പർക്കങ്ങളിലൂടെ, തൻ്റെ അവതരണങ്ങളിലൂടെ, താൻ ഇടപെടുന്ന വിഷയങ്ങളിലൂടെയൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ധീരനും നിഷ്കളങ്കനും സത്യസന്ധനുമായ രാഷ്ട്രീയക്കാരൻ ആരുണ്ടെന്ന ചോദ്യത്തിന് സെയ്ഫ് അലി ഖാന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും പേരുകളുമൊക്കെയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലുമൊക്കെ ചർച്ച ചെയ്യുന്നത്. ഏതെല്ലാം തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടും മായാതെ മങ്ങാതെ പ്രതീക്ഷയായി തിളക്കമായി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി.